ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ശേഷം അടുത്ത പേജിൽ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപയാണ് നിങ്ങളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരിക. അതല്ല സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ 25,000 രൂപയോളം നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡേറ്റ് പറയുന്നത് ഓഗസ്റ്റ് 16 വൈകുന്നേരം 5 മണിക്ക് മുൻപേ ആയിട്ട് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മൂന്നാം അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോളേജ് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫസ്റ്റ് ഗവൺമെന്റ് കോളേജ് കിട്ടിയവരാണ് മൂന്നാം അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് ഫിനാൻസ് കോളേജായിട്ട് മാറി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ഒരു തുക കൂടി അടയ്ക്കണം. ഗവൺമെന്റ് കോളേജുകളാണെങ്കിൽ നിങ്ങൾ 1000 രൂപ അടച്ചാൽ മതിയായിരുന്നു. അപ്പം ബാക്കി തുക കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ടോക്കൺ ഫീ പേയ്മെന്റിൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 13/8/2025 മുതൽ 20/8/2025 നേരിട്ട് കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ട് അതത് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതിനും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ അവസരം നൽകുന്നതുമാണ്. അപ്പോൾ ആ ഒരു പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ഇതുവരെയായിട്ടും കോളേജ് ലിസ്റ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനുള്ള അവസരം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയായിരിക്കും അത് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പാരാമെഡിക്കലിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അടുത്ത ഇനി സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റ്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് മാത്രം പ്രവേശനം നേടാൻ താല്പര്യമുള്ള അപേക്ഷകർ നഴ്സിംഗ് അലോട്ട്മെന്റ് ലഭിച്ച പക്ഷം ഇപ്പോൾ പ്രവേശനം എടുക്കേണ്ടതില്ല. അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നഴ്സിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം നേടിയാലും അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് ഓപ്ഷൻ സമർപ്പിച്ച് അലോട്ട്മെന്റ് ലഭിക്കുന്ന പക്ഷം മാറ്റം അനുവദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളിപ്പോൾ നഴ്സിംഗ് ഓപ്ഷൻസും കൊടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്താൽ മതി. ഇനി നിങ്ങൾ അഡ്മിഷൻ എടുത്താലും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതത് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യം ഫീ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ ഗവൺമെൻറ് കോളേജ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ 1000 രൂപ ടോക്കൺ ഫീ അടച്ചതാണ്. അപ്പം ആ ഒരു ഫീ മാത്രം നിങ്ങൾ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ട്യൂഷൻ ഫീ ഇനത്തിന് നിങ്ങൾക്ക് മറ്റു തുകകളൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. പിന്നെ PTA ഫണ്ട് പോലെ എന്തെങ്കിലും ചെറിയ തുകകളൊക്കെ അടയ്ക്കേണ്ടതായിട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണെങ്കിൽ നിങ്ങൾ 25,000 രൂപയാണ് ടോക്കൺ ഫീ അടച്ചത്. അപ്പോൾ നിങ്ങൾ ബാക്കി തുക നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് തുകയൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ അതത് കോളേജുകളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോവുക. അവരെത്ര തുകയാണോ പറയുന്നത് ആ ഒരു ബാക്കി തുക മുഴുവനും നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾ കയ്യിൽ കരുതി വേണം പോകാനായിട്ട്. നെക്സ്റ്റ് ഇനി ഡോക്യുമെൻറ്റ്സ് ആണ്. നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് ഉണ്ടാവും. നിങ്ങളുടെ നേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പ്രൂവ് ചെയ്യാനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ SC/ST വിഭാഗക്കാരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. OBC വിഭാഗമാണെങ്കിൽ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പിന്നെ EWS കാറ്റഗറിയിൽ വരുന്നവരുണ്ടെങ്കിൽ ആ ഒരു EWS സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പിന്നെ ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും കരുതേണ്ടതാണ്. പിന്നെ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചതിൻ്റെ ആ ഒരു റെസിപ്റ്റ്, പിന്നെ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച നിങ്ങളുടെ സ്കൂളിൽ നിന്നുമുള്ള TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റും വേണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്ന 6 മാസമാണ്. അപ്പോൾ 6 മാസത്തിന് മേലെ ഉള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ അതും കൂടെ നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പം പ്രധാനമായും ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. പറഞ്ഞതുപോലെ ഒറിജിനലാണ് കയ്യിൽ കരുതേണ്ടത്.
ഇനി വേണ്ട ഒരു പ്രധാന സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഒരു ഗവൺമെൻറ് അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ നിന്നുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ അത് എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ എടുത്തത് അവിടെ നിന്ന് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ വാങ്ങേണ്ടതാണ്. ഇനി എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കോളേജിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് അത് കൊണ്ടുപോയി ഇപ്പോൾ തന്നെ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണോ എന്ന് നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കോളേജിൽ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് തന്നെ അത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സെൽഫ് ഫിനാൻസ് കോളേജിൽ നിന്നും NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങേണ്ടതാണ്. അങ്ങനെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളെ മാത്രമേ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നും NOC ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. നിങ്ങൾ അപ്പോൾ തന്നെ ഒരു NOC നിങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല, ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ആ ഒരു കോളേജിൽ നിന്നും NOC ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് ഈ ഒരു NOC അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി തുടർന്നുള്ള ഓരോ അലോട്ട്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്